ഒമാൻ ജനത ഒരിക്കലും മറക്കാത്ത ഒമാന്റെ രക്ഷകനും എക്കാലത്തെയും നായകനുമായ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തി ജനുവരി 11 സ്നേഹം മാത്രം പകർന്നുകൊണ്ട് നമ്മെ വിട്ട് പിരിയുകയുണ്ടായി. എൻ്റെ ഒരു കാൽ രാജ്യത്തിന്റെ പാരമ്പര്യത്തിലും മറ്റേ കാൽ പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്തുമാണ്. ഓരോ ദശാബ്ദത്തിലും ഓരോ നൂറ്റാണ്ടിനും സമാനമായ പുരോഗതി കൈവരിക്കുമ്പോഴും ജനങ്ങൾ സ്വയം മറക്കുന്നില്ല. രാജ്യത്തിന്റെ സംസ്കാരത്തിലുള്ള അഭിമാനത്തിനപ്പുറം അവർക്ക് മറ്റൊന്നില്ല. ഒമാനി എന്ന വികാരത്തേക്കാൾ ഉയരത്തിൽ ഒരു ആവേശവുമില്ലെന്ന് ഖാബൂസിന്റെ ജനത വിളിച്ചു പറയുന്നു. ഖാബൂസിന്റെ വിയോഗത്തിൽ ദുഃഖഭരിതരാണ് ഏവരും തന്നെ. 1970 ജൂലൈ 23 ഖാബൂസ് അധികാരമേൽക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അന്ധകാരത്തിലായിരുന്നു ഒമാൻ എന്നത് ഓർത്തുകൊള്ളണം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല സ്വാതന്ത്ര്യത്തിലും സാമൂഹിക സുരക്ഷയിലുമെല്ലാം ഒമാൻ ഏറെ മുന്നിലെത്തിയിരുന്നു. രാജ്യത്തിന്റെ പേര് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന് മാറ്റുകയാണ് ഖാബൂസ് ആദ്യം ചെയ്തത്. അതുവരെ മസ്കറ്റ് ആൻഡ് ഒമാൻ എന്നായിരുന്നു. രാജ്യത്തിന്റെ പേര് പാരമ്പര്യത്തിലും സംസ്കാരത്തിലും തികച്ചും വ്യത്യസ്തമായ രണ്ട് ധാരകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ പേര്. ഒരു രാജ്യം എന്ന നിലയിൽ പൗരന്മാരുടെ ഇടുകിച്ചേരൽ പൂർണ്ണമായും സാധ്യമായിട്ടില്ലെന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്തു. ഇതിനെല്ലാം പരിഹാരമായി ഒമാൻ എന്ന ഒറ്റ പേര് സുൽത്താൻ ഖാബൂസ് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ പ്രവാസികളെയും ഒപ്പം ഇന്ത്യയും അകമഴിഞ്ഞ് സ്നേഹിച്ച പ്രിയ ഭരണാധികാരി സുൽത്താൻ ഖാബൂസിനായി നമ്മുടെ കേരളത്തിൽ ഒരുങ്ങിയത് മറ്റൊന്നാണ്. മതേതരത്തിന് ഉദാഹരണമായി വിളങ്ങുന്ന കേരളം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആശ്ചര്യപ്പെടേണ്ടതേ ഉള്ളൂ. അന്തരിച്ച ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ഓർമ്മയിൽ കോഴിക്കോട് എടച്ചേരിയിലെ കാക്കന്നൂർ ക്ഷേത്രത്തിലെ തിറ മഹോത്സവത്തിനോടനുബന്ധിച്ച് അന്നദാനം നടത്തുകയുണ്ടായി. ഏറെക്കാലം ഒമാൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ഓർമ്മയിലാണ് ഒരു കൂട്ടം പ്രവാസികൾ ഒന്നിച്ചുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തത് തന്നെ. സുൽത്താൻ സ്മരണാർത്ഥം അന്നദാനം നൽകുകയാണ് ഇവർ ചെയ്തത്. കഴിഞ്ഞ മാസം അന്തരിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയായിരുന്നു ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയത്. ഒമാനിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം പ്രവാസികൾ ചേർന്നാണ് കോഴിക്കോട് എടച്ചേരി കാക്കന്നൂർ ക്ഷേത്രത്തിലെ തിറ മഹോത്സവത്തോടനുബന്ധിച്ച് 4000 പേർക്ക് അന്നദാനം നൽകിയത്. സുൽത്താൻ ഖാബൂസിന്റെ ചിത്രങ്ങൾ സഹിതമുള്ള ഫ്ലക്സുകളാണ് ഇതിനായി ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരുന്നത്. സുൽത്താന്റെ പേര് അന്നദാനം നടത്താൻ അനുമതി തേടിയപ്പോൾ ക്ഷേത്ര കമ്മിറ്റി പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. നേരത്തെ സുൽത്താൻ ഖാബൂസ് ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും കാക്കന്നൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തിയിരുന്നു. ഫെബ്രുവരി 3 പ്രവാസികളുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തിയത് തന്നെ. മലയാളികളെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത സുൽത്താന്റെ ഓർമ്മയ്ക്കായാണ് അന്നദാനം. മതത്തിന്റെ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ഈ കാലത്ത് മാനവികതയുടെ മാതൃകയാവുകയാണ് പ്രായോജകരായ പ്രവാസികൾ. നവോത്ഥാന യുഗത്തിലേക്ക് ഒമാനെ കൈപിടിച്ചുയർത്തിയ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ചരിത്രത്തിലേക്ക് പിൻവാങ്ങുമ്പോൾ വേദനയോടെ ഇന്ത്യക്കാർ നോക്കുകയാണ്. 50 വർഷത്തെ ഭരണത്തിൽ ഒമാനൊപ്പം വളർന്നവരിൽ മുൻനിരയിലായിരുന്നു ഇന്ത്യക്കാരും. സത്യസന്ധരും കഠിനാധ്വാനികളുമായ ഇന്ത്യൻ സമൂഹം ഒമാന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ചതായി സുൽത്താൻ പറഞ്ഞിട്ടുമുണ്ട്. സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സുൽത്താൻ ഖാബൂസ് ഇന്ത്യയെ ചേർത്ത് നിർത്തി. അതാണ് സുൽത്താൻ ഖാബൂസ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.